കൂടുതലായിരുന്നു അവരുടെ അംഗബലം. 100 കുതിരപ്പടയാളികളും 600 അങ്കികളും അനവധി ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അവർക്ക്. 1000-ലേറെ അംഗബലമുള്ള സൈന്യത്തെ അബൂജഹലാണ് നയിച്ചിരുന്നത്. അഹങ്കാരവും ദുരഭിമാനവും കാണിച്ച് അവർ ബദർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ വളരെ ലളിതവും ചെറുതുമായിരുന്നു മുസ്ലിം സൈന്യം. വലിയ തയ്യാറെടുപ്പുകളോ യുദ്ധസന്നാഹങ്ങളോ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഭടന്മാരായ മുഹാജിറുകളും അൻസാറുകളും അടക്കം 313 പേരാണ് അവർ ഉണ്ടായിരുന്നത്. കുതിരകളും ഒട്ടകങ്ങളും അങ്കുലീപരിമിതം. ആയുധങ്ങളുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മുഹാജിറുകളുടെയും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെയും നേതാവായി നിശ്ചയിക്കപ്പെട്ടു. മിസ്അബ് ബിൻ ഉമറായിരുന്നു മുഖ്യ സൈനാധിപൻ. ബദറിലെത്തിയ മുസ്ലിം സൈന്യം അവിടത്തെ ജലസംഭരണിക്കടുത്ത് സ്ഥാനമുറപ്പിച്ചു. ബണ്ട് കെട്ടി ആവശ്യത്തിന് വെള്ളം ശേഖരിച്ചു. മക്ക മുശ്രിക്കുകൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അന്നു രാത്രി ശക്തമായ മഴ വർഷിച്ചു. മുസ്ലിങ്ങൾക്കിത്